തമിഴ്നാടിനെ വിറപ്പിച്ച കൊടും കുറ്റവാളിയാണ് തെങ്കാശി സ്വദേശിയായ ബാലമുരുകൻ. ആ ബാലമുരുകൻ ഇന്നലെ രാത്രി തൃശൂരിൽ വെച്ച തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടോടിയ ബാലമുരുകൻ കേരള പോലീസിന് മുന്നിൽ ഒന്ന് വന്ന് ചാടിയെങ്കിലും തലനാരിഴയ്ക്ക് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് വിയൂർ ജയിലിൽ നിന്ന് 50 മീറ്റർ മാത്രം അകലെയാണ്. ഇവിടെയാണ് ഇന്നലെ തമിഴ്നാട് പോലീസ് ബാലമുരുകൻ എന്ന കൊടും കുറ്റവാളിയുമായി രാത്രി 9:40 എത്തിയത്. ഇവിടെ വാഹനം നിർത്തിയതിനു ശേഷം അയാൾക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ പുറത്തേക്ക് ഹാൻഡ് കഫ് ഇല്ലാതെ വിട്ടു. പെട്ടെന്ന് തന്നെ അയാൾ കുതിച്ച് ആ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് വന്നു. ഈ തമിഴ്നാട് പോലീസ് ഇവിടേക്ക് അന്വേഷിച്ച് നടക്കുന്ന ഘട്ടത്തിൽ ആ പമ്പ് മറികടന്ന് അയാൾ റോഡ് ക്രോസ് ചെയ്ത് തൊട്ടടുത്ത ഹൗസിംഗ് കോളനികളുടെ ഭാഗത്തേക്കാണ് പോയിരുന്നത്. കൊലപാതകം ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. തമിഴ്നാട് ബന്ദൽകുടിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിനായാണ് ശനിയാഴ്ച ബാലമുരുകനെ തമിഴ്നാട് പോലീസ് വിയൂർ ജയിലിൽ നിന്ന് കൊണ്ടുപോയത്. SI നാഗരാജനും 2 പോലീസുകാരും ചേർന്ന് തിരികെ കേരളത്തിലേക്ക് പ്രതിയുമായി പുറപ്പെട്ടു. രാത്രി 9:45 വിയൂർ ജയിലിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപം എത്തിയപ്പോൾ മൂത്രം ഒഴിക്കണമെന്ന് ബാലമുരുകൻ ആവശ്യപ്പെട്ടു. തമിഴ്നാട് പോലീസ് വഴിയരികിൽ വണ്ടി നിർത്തി. ഈ തക്കത്തിന് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം ജയിൽ വളപ്പിലെ മതിൽ ചാടി പച്ചക്കറി കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ബാലമുരുകൻ പോയത്. തമിഴ്നാട് പോലീസ് സംഘം അവിടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 1 മണിക്കൂർ വൈകിയാണ് വിയൂർ പോലീസിൽ വിവരം അറിയിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വൻ പോലീസ് സന്നാഹം വിയൂർ പ്രദേശത്ത് അരിച്ചുപിറക്കി. ജയിലിന് എതിർവശത്തുള്ള ഹൗസിംഗ് കോളനിയുടെ ഭാഗത്ത് പുലർച്ചെ 3 മണിയോടെ പ്രതിയെ കേരള പോലീസ് കണ്ടെങ്കിലും ചതുപ്പ് നിറഞ്ഞ പാടശേഖരത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇതിൽ തമിഴ്നാട് പോലീസിന്റെ ഒരു ഒത്തുകളി പ്രധാനമായും സംശയിക്കുന്നത് മൂത്രമൊഴിക്കണമെന്ന് അത്തരമൊരു പ്രതി പറയുന്ന ഘട്ടത്തിൽ ഈ ജയിൽ ഇത്രയും അടുത്തുണ്ടായിരിക്കെ ജയിലിലേക്ക് എത്തിക്കാതെ എന്തിന് പുറത്ത് ഹാൻഡ് കഫ് അഴിച്ച് ഇയാളെ സ്വതന്ത്രരാക്കി നിർത്തണം, വിടണം എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള അന്വേഷണവും വിയൂർ പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിലും സമാന രീതിയിൽ ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ തെളിവെടുപ്പ് നടത്തി തിരിച്ച ജയിലിലേക്ക് കൊണ്ടുവരും വഴി വിയൂർ ജയിലിന്റെ തൊട്ടടുത്ത് വെച്ചാണ് പോലീസ് വാനിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടത്. പാമ്പൂർ മേഖലയിലെ ഒരു വീട്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചായിരുന്നു കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയത്. പിന്നീട് ഇയാളെ വിയൂർ പോലീസ് പിടികൂടി ജയിലിൽ എത്തിക്കുകയായിരുന്നു. 2023 മറയൂരിൽ നടത്തിയ മോഷണത്തെ തുടർന്നാണ് ബാലമുരുകനെ വിയൂരിലേക്ക് മാറ്റിയത്.